പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഈ ഡെയിലി മിറർ എന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പരിചിന്തനം എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കുട്ടികളുമായിട്ട് സംവദിക്കുന്ന വേളയിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാലൊരു +1 +2 മറ്റോ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു, എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മറ്റ് ചില മതസ്ഥരൊക്കെ പരിച്ഛേദന നടത്തുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ അത് പറയുന്നില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. യഹൂദ വിശ്വാസികൾക്ക് പരിച്ഛേദനം നിർബന്ധമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ, ആ വചനം സ്വീകരിച്ചവർ ഇപ്രകാരം പരിച്ഛേദനം ചെയ്യപ്പെടാത്തത്? നേരെ മറിച്ച് നമ്മുടെ ഇടയിൽ തന്നെ മറ്റു ചിലരുണ്ട് ഈ പരിച്ഛേദനം ചെയ്യപ്പെടുന്നവരായിട്ട്. അവർ പറയുന്നു ഇത് നിർബന്ധമായിട്ടും വേണം, ഇത് കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അങ്ങനെയെങ്കിൽ ഇതിനൊരു വിശദീകരണം തരാമോ എന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് പഴയ നിയമത്തിലത് പറയുന്നു എന്നുള്ളതല്ല, പഴയ നിയമത്തിലുള്ളത് എപ്രകാരം കർത്താവ് പൂർത്തിയാക്കി എന്നുള്ളതാണ്. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുന്ന് തന്നെ പറയും, ഞാൻ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലായ്മ ചെയ്യാനല്ല, പ്രത്യുത അവയെ പൂർത്തീകരിക്കാനാണ്. എൻ്റെ ദൗത്യം അതാണ്. ഞാൻ വന്നിരിക്കുന്നത് കേവലം വള്ളി വ്യത്യാസമില്ലാതെ ദൈവം മോശയ്ക്ക് കൊടുത്ത നിയമങ്ങളെ അനുസരിക്കാനും നിങ്ങളെ അനുസരിപ്പിക്കാനുമല്ല. മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമങ്ങൾ കുറേയെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി, യഹൂദന്മാർ കുറേയെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്തു, നിങ്ങളതിന് വേറൊരർത്ഥം കൊടുത്തു. അതിൽ നിന്നെല്ലാം അതിനെ മോചിപ്പിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ആ നിയമങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലായ്മ ചെയ്യാനല്ല, പ്രത്യുത ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവയെ പൂർത്തീകരിക്കാനാണ്, അവയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിയമങ്ങളുടെയൊക്കെ അർത്ഥം എന്തായിരുന്നു? ആ അർത്ഥം മറ്റൊന്നുമല്ല, അത് ദൈവമാണ് നിങ്ങളുടെ സൃഷ്ടാവ്, ദൈവമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്, എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്, കാത്തു പരിപാലിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അതനുസരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കാനാൻ ദേശം, തേനും പാലും ഒഴുകുന്ന ദേശം കിട്ടും. അത് കേവലം ഏതാനും ആചാരങ്ങളുടെ ഒരു നിയമത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇവിടെ ഞാൻ വായിക്കുന്നൊരു ഭാഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അവിടെ പറയുന്നു, ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ശാരീരികമായുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ അവർ ആന്തരിക കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. കുറേ അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ മതി. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്താണ്? ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഇത് യഹൂദന്മാരെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഈ പുറജാതിക്കാർ അവർ യഹൂദന്മാരായിരുന്നില്ല, ഗ്രീക്കുകാരൊക്കെ. അവർ പരിച്ഛേദനം സ്വീകരിച്ചത് ചിലരൊക്കെ എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരെ പേടിച്ചിട്ട്, കുരിശിനെ പ്രതി, ആ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ പൗലോസ് വീണ്ടും പറയുകയാണ്, എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. അവർ ഈ പരിച്ഛേദനം സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ, നിയമം അനുസരിക്കുന്നില്ല. എന്താ നിയമം? ആ നിയമം എന്ന് പറയുന്നത് എന്താണ്? അത് വേറൊന്നാണ്. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദരായി കാണാൻ അവരാഗ്രഹിക്കുന്നു.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാവാതിരിക്കട്ടെ. ഞാൻ പരിച്ഛേദനം ചെയ്തൊന്ന് പൊങ്ങച്ചം പറയാൻ വേണ്ടിയല്ല, എനിക്കത് വേണ്ടതാനും. എനിക്ക് മേന്മ ഭാവിക്കാനുള്ള ഒരേ ഒരു കാര്യം അത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലാണ്. അതുകൊണ്ട് അവസാനം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നാണ് പരമപ്രധാനം. യേശുവിൽ നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടികളായി തീരുക. പരിച്ഛേദന നടത്തുകയോ നടത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വീണ്ടും അതേക്കുറിച്ച് പറയുന്ന മറ്റു ചില ഭാഗങ്ങളുണ്ട്. 1 കൊറിന്ത്യർ 7 ഇപ്രകാരം പറയുന്നു, 7:19 മുതൽ, പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്നത് നോക്കണ്ട, ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവ്വപ്രധാനം. വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല, സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ, അല്ലേ വേണ്ട. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഈ പരിച്ഛേദനമല്ല പ്രധാനപ്പെട്ടത്. ദൈവം നമുക്ക് തന്ന കൽപ്പനയുണ്ട്, നിൻ്റെ സർവാത്മാവോടും കൂടി, മുഴു ഹൃദയത്തോടു കൂടി, മുഴു മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ കാര്യങ്ങൾ നീ അനുഷ്ഠിക്കുക. പരിച്ഛേദന എന്തിൻ്റെ അടയാളമാണ്? പരിച്ഛേദന കൊണ്ട് നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പരിച്ഛേദന ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് ഓർമ്മയ്ക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു വെക്കും. ഒരു മോണിമെൻ്റ്, ഒരു പക്ഷേ ഒരു സ്തൂപമായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓർമ്മിക്കുന്ന ആ സംഭവം, ആ വ്യക്തി മാനിക്കപ്പെടുമ്പോൾ മാത്രമേ, അല്ലെ ആ വ്യക്തിയുടെ ആശയങ്ങൾ മാനിക്കപ്പെടുമ്പോൾ മാത്രമേ ആ മോണിമെൻറ്റിന് അർത്ഥമുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളം, ഓർമ്മപ്പെടുത്തലാണ് പരിച്ഛേദനം എന്ന് പറയുന്നത്. അബ്രാഹവുമായിട്ട് ദൈവം നടത്തിയ ഉടമ്പടിയുടെ ഓർമ്മ. അതായത് നീ മറന്നു പോകരുത്. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ശരീരത്തിൽ തന്നെ ദൈവം തരുന്ന ഒരു അടയാളം മാത്രമാണത്. ആ അടയാളം ഇട്ടതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്നുണ്ടോ? നീ ദൈവകൽപ്പനകൾ പാലിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന, അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൽപ്പന അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അതേസമയത്ത് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് കേവലം ഒരു പരിച്ഛേദനത്തിലൂടെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് പഴയ നിയമത്തിലൂടെ ദൈവം കൊടുത്ത നിയമങ്ങളുടെ പൂർത്തീകരണം അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പഴയ നിയമത്തെക്കുറിച്ച് കർത്താവ് പലപ്പോഴും പറയും, പല നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അവിടെ അന്നത്തെ ഗോത്ര നിയമമനുസരിച്ച് എന്താണത്? നീതിയുടെ ഒരു നിയമമാണ്. നിൻ്റെ ഒരു കാല് തല്ലി ഒടിച്ചാൽ അവരൻ്റെ തല്ലി ഒടിച്ചവൻ്റെ ഒരു കാല് തല്ലി ഒടിക്കുക, ഒന്നിൽ കൂടുതലരുത്, ഒടിക്കരുത്. അതൊരു നീതിയായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, നിൻ്റെ നീതി അങ്ങനെയല്ല. നിൻ്റെ നീതി എന്ന് പറയുന്നത് നിൻ്റെ ശത്രുവിനെ കൂടി സ്നേഹിക്കണം, നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ ശപിക്കരുത്, നിന്നോട് 1 മൈൽ കൂടെ നടക്കാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ 2 മൈൽ നടക്കണം. ഇതൊക്കെയാണ് കർത്താവ് പൂർത്തീകരിക്കുന്നത്. പഴയ നിയമത്തിലെ നിയമങ്ങളെ കർത്താവ് പൂർത്തീകരിക്കുകയാണ്. ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അയൽക്കാരനെക്കുറിച്ച് പറയുമ്പോൾ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. യഹൂദന്മാരെ സംബന്ധിച്ച് അയൽക്കാരൻ ആരാണ്? അത് യഹൂദർ മാത്രമാണ്, മറ്റാരുമില്ല. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ചിലരുണ്ട്, അവരെ കൂടാതെ. അപ്പോൾ ഇവിടെ ഈ അയൽക്കാരൻ ആരാണ് എന്ന് കർത്താവ് ഒരു പുതിയ നിർവചനം കൊടുക്കുകയാണ്. നമുക്കറിയാം, നല്ല സമറായൻ്റെ കഥ അതാണ്, ഉപമ. അവിടെ കർത്താവിനോട് ഒരാൾ ചോദിച്ചിരിക്കുന്നു, ഇതെന്താണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ അവന് കിട്ടേണ്ട ഉത്തരവ് എന്താണ്? യഹൂദന്മാരുടെ ആശയമനുസരിച്ച് നിന്നെ പോലെയുള്ള നിൻ്റെ സഹയഹൂദനാണ് നിൻ്റെ അയൽക്കാരൻ എന്ന ഉത്തരവ് അവന് വേണ്ടത്. അവിടെ കർത്താവ് നേരെ ഉത്തരം പറയുന്നില്ല. പകരം ആ നല്ല സമറായക്കാരൻ്റെ കഥ പറയുകയാണ്. അവനൊരു ശമറിയാക്കാരനാണ്. ശമറിയാക്കാരെന്ന് പറഞ്ഞ യഹൂദൻ്റെ ഭാഷയിൽ നരകത്തിന് ഇന്ധനമാകാൻ ജനിച്ചവനാണ്. അപ്പോൾ അവനെയാണ് ഇവിടെ നന്മയുടെ പ്രതീകമായിട്ട് യേശു അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ഇവരിൽ ആരാണ് നന്നായിട്ട് ചെയ്തത്? ആ ശമറിയാക്കാരന് പറഞ്ഞു. അപ്പോൾ നീയും അതുപോലെ പോയി ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിൻ്റെ അടുത്തുള്ള ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നീ സഹായിക്കണം. അതാരും നിൻ്റെ അയൽക്കാരനാണ്. അപ്പോൾ പഴയ നിയമത്തിലെ നിയമങ്ങൾ കർത്താവ് പൂർത്തീകരിക്കുകയാണ്. അയൽക്കാരൻ എന്നുള്ള ആ വാക്കിന്
അവർ കൊടുത്തിരുന്ന അർത്ഥം മാറ്റിമറിച്ചിട്ട് പറയുകയാണ്. അയൽക്കാരൻ നിൻ്റെ വർഗത്തിൽപ്പെട്ടവൻ മാത്രമല്ല. അയൽക്കാരൻ എന്ന് പറയുന്നത് നിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ അകലെയുള്ള ആവശ്യമുള്ള ആരുമാകാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എത്രയോ വിദേശികൾ വരുന്നു. അവരെല്ലാം നമ്മുടെ അയൽക്കാരാണ്. ആവശ്യത്തിൽപ്പെടുമ്പോൾ അവരെല്ലാം നമ്മുടെ അയൽക്കാരാണ്. യഹൂദന്മാർക്ക് അവരുടെ നിയമം അനുസരിച്ച് ഒരു പുറജാതി സ്ത്രീ പ്രസവവേദന എടുക്കുമ്പോൾ അവളെ പ്രസവത്തിന് സഹായിക്കാൻ പാടില്ലായിരുന്നു. അത് പാപമായിരുന്നു അവർക്ക്. കാരണം എന്താണ്? നരകത്തിന് ഇന്ധനമാകാൻ വേണ്ടി ഒരുത്തിനെ കൂടി സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അവൾ മരിച്ചാലും കുഴപ്പമില്ല. ഈ തരത്തിലുള്ള ഒരു നിർവചനം. നേരെ മറിച്ച് അതൊരു യഹൂദ സ്ത്രീ ആണെങ്കിലോ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. കർത്താവ് പറയുന്നത് അതല്ല. അയൽക്കാരനുള്ള നിർവചനം അതല്ല. അതുകൊണ്ട് ഈ പരിച്ഛേദനം എന്ന് പറയുന്നത് അന്നത്തെ യഹൂദ ജനതയ്ക്ക് മാത്രമായിട്ട് ദൈവം കൊടുത്ത ഒരു കൽപ്പനയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കറിയാം, ഇന്ന് യഹൂദർ മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികൾ പോലും ചിലർ പരിച്ഛേദനം നടത്തുന്നുണ്ട്. ഈജിപ്തിലുള്ള ചില ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ അവർ പരിച്ഛേദനം നടത്താറുണ്ട്. ആഫ്രിക്കയിലെ പല ഗോത്രങ്ങൾ പരിച്ഛേദനം നടത്താറുണ്ട്. അറേബ്യൻ സംസ്കാരത്തിൽ അവരെല്ലാം പരിച്ഛേദനം നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു സാംസ്കാരിക പ്രശ്നമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ ആ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ശാരീരിക ശുദ്ധിയൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ദൈവം പല നിയമങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിയമാവർത്തന പുസ്തകവും ഒക്കെ എടുത്ത് വായിച്ചു നോക്കുക, ലേവായുടെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. എന്തോരം നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പൂപ്പലിനെക്കുറിച്ച് വരെ നിയമം പറയുന്നുണ്ട്. കുഷ്ഠരോഗത്തെക്കുറിച്ച്. എന്താ ഇതിനർത്ഥം? അന്നത്തെ കാലത്ത് ഈ വൃത്തിയെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് ദൈവികമായൊരു നിയമമാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അതൊക്കെ അനുഷ്ഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ ചില കൽപ്പനകളുമായിട്ട് അതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. കാരണം അല്ലേ നമ്മൾ ചെയ്യല. ദൈവത്തിൻ്റെ കോപമുണ്ടാകും, നമ്മളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ വേഗം പോയി ചെയ്യും. നമ്മുടെ നാട്ടിൽ, കേരളത്തിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പല കാര്യങ്ങളെയും ചില വിശ്വാസങ്ങളുമായിട്ട് ചേർത്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം അത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ആളുകൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ദൈവം അവർക്ക് കൊടുത്ത ചില ശാരീരിക ശുദ്ധിക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണിതെല്ലാം. അത് നമ്മളിന്ന് അതേപടി അനുസരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിനെക്കുറിച്ച് പറയുന്നു, അപ്പസ്തോലന്മാർ പറയുന്നു. ഇതല്ല പ്രധാനം. അതിലുപരിയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമാണ് എന്ന്. അല്ല, പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാലും അതങ്ങനെയല്ല. അതനുസരിച്ച് സാപത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദന നടത്തുന്നു. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാപത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ സാപത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖപ്പെടുത്തി നിങ്ങളെന്തിന് എന്നോട് കോപിക്കുന്നു? ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ നിയമം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നല്ല എന്നായി പറഞ്ഞു വരുന്നത്. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്, അബ്രാഹത്തിൽ നിന്നാണ്. അതായത് അതിന് മുമ്പേ തന്നെ കൊടുത്തതാണ്. നമുക്കറിയാം, അത് ദൈവം കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് മാത്രമാണ്. അതിനപ്പുറത്ത് ആ കൽപ്പനയ്ക്ക് വലിയ വിലയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നു. 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്: പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത്, യൂദ, ഏദോം, അമ്മോന്യർ, മൊവാബ്യർ, ചെന്നിവടിച്ച മരുഭൂവാസികൾ ഇവരെല്ലാം അപരിച്ഛിതരാണ്. ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛിതരാണ്. അപ്പോൾ പുറജാതിക്കാർ നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ജെറമ്യാ പ്രവാചകൻ ചോദിക്കുന്നത്. ഈ ഇസ്രായേൽ ജനം എപ്പോഴും
അവരുടെ കൂടെയുള്ളവരെ, പുറജാതിക്കാരെ, അവരുടെ പണിക്കാരെ എല്ലാവരെയും അവർ പരിച്ഛേദന നടത്തുമായിരുന്നു. അതേക്കുറിച്ചാണ് യെരമ്യാ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇവരെല്ലാം അപരിച്ഛേദരാണ്, അതുകൊണ്ടെന്താ നിങ്ങളും അപരിച്ഛേദരാണ്. എവിടെയാണ് യഥാർത്ഥ പരിച്ഛേദനം വരേണ്ടത്? അത് ഹൃദയത്തിലാണ്, വേറെ ഒരിടത്തുമല്ല. ഹൃദയത്തിലാണ് ആ പരിച്ഛേദനം വരേണ്ടത്. ഗലാത്യർ ലേഖനത്തിൽ നമ്മളത് വായിക്കും, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും ഞാൻ യെരമ്യായുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം. യെരമ്യായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു, അവിടെ എല്ലാം പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരം ഈ പരിച്ഛേദനത്തെക്കുറിച്ച് 4-ാം അധ്യായം 4-ാം വാക്യം, യൂദാ നിവാസികളെ, ജെറൂസലം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ. എവിടെയാണ് പരിച്ഛേദനം ചെയ്യേണ്ടത്? ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾ കേവലം ശരീരത്തിൽ പരിച്ഛേദനം സ്വീകരിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. എവിടെയാണ് ഗുണമുണ്ടാകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ പരിച്ഛേദനം സ്വീകരിക്കണം. അതായത് ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. ഹൃദയത്തിലുള്ള തിന്മകളെ നിങ്ങൾ മുറിച്ച് കളയണം. അവിടെ നിങ്ങളുടെ പരിച്ഛേദനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളൂ എന്ന് വചനം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. കുട്ടികൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്, അതിനപ്പുറത്തുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ഇതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത് ചെയ്യാത്തവരെല്ലാം നശിച്ചു പോകുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് പഴയ നിയമത്തിലുള്ള നിയമങ്ങളെ കർത്താവ് പൂർത്തീകരിക്കുന്നു. ആ പൂർത്തീകരിച്ചതിനെക്കുറിച്ചാണ് അവിടുന്നും അവിടുത്തെ ശിഷ്യന്മാരും പറയുന്നത്. അതാണ് നമുക്ക് ബാധകമായിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ഈ പരിച്ഛേദനത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ആശയം കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ യഹൂദന്മാർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഗലാത്യർ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ റോമാലേഖനത്തെക്കുറിച്ച് പറഞ്ഞു. റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 25-ാം വാക്യം മുതൽ, നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിച്ഛേദനം അർത്ഥവത്താണ്, നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിച്ഛേദനം അല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിച്ഛേദിതനെ പരിച്ഛേദനായി കണക്കാക്കിക്കൂടെ? അപ്പോൾ നിയമം അനുസരിക്കാതെ പരിച്ഛേദനം നടത്തിയിട്ട് എന്താ പ്രയോജനം? ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും. അവർക്ക് നിയമവും ഇല്ല, നിൻ്റെ നിയമവും ഇല്ല, പരിച്ഛേദനവുമില്ല, പക്ഷെ അവർ നിന്നെ കുറ്റം വിധിക്കും. കാരണം എന്താണ്? നീ ഇതൊക്കെ ഉണ്ടായിട്ടും പരിച്ഛേദനം നടത്തിയിട്ടും ഹൃദയത്തിൽ പരിച്ഛേദനം നടത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഗലാത്യർ ലേഖനത്തിലും നടപടി പുസ്തകത്തിലുമെല്ലാം നമ്മൾ വായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പത്രോസ് ഈ പരിച്ഛേദനവാദികളുടെ കൂടെ കൂടിയിട്ട് പൗലോസുമായിട്ട് വാദിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അവിടെ പരിച്ഛേദനവാദികളായ യഹൂദന്മാർ പറഞ്ഞു പുറജാതിക്കാരോട്, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാകണമെങ്കിൽ മോശയുടെ നിയമം അനുസരിച്ച് നിങ്ങൾ പരിച്ഛേദനം സ്വീകരിച്ചേ മതിയാകും. ആദ്യം നിങ്ങൾ പരിച്ഛേദനം സ്വീകരിച്ച് യഹൂദന്മാരാകണം, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാകാൻ കഴിയുകയുള്ളൂ. പൗലോസ് പറഞ്ഞ് സാധ്യമല്ല, അത് ശരിയല്ല. ആദ്യമൊക്കെ പത്രോസ് അതിനെ അനുകൂലിച്ചിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിന് പേടിയാകാൻ തുടങ്ങി. പത്രോസിനെ നമുക്കറിയാം, പേടിത്തൊണ്ടനാണ്. ഒരു സ്ത്രീയുടെ വാക്കുകൊണ്ട് കർത്താവിനെ ഞാൻ അറിയില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞവനാണ് അവൻ പേടിത്തൊണ്ടനാകുന്നതിൽ വലിയ കഥയൊന്നുമില്ല. അപ്പോൾ ഈ പരിച്ഛേദനവാദികൾ പത്രോസിനെ പേടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് പറഞ്ഞു, ശരിയാണ്, അങ്ങനെ ചെയ്യണം. പൗലോസ് പറഞ്ഞു, ഞാനവൻ്റെ മുഖത്ത് നോക്കി അവനെ എതിർത്തു. ശരിയല്ലത്, പരിച്ഛേദനം അല്ല പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വായിച്ചത്. പരിച്ഛേദനം നടത്തുകയോ നടത്താതിരിക്കുകയോ അതല്ല പ്രധാനപ്പെട്ടത്, പുതിയ മനുഷ്യരാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരിച്ഛേദനാണെങ്കിൽ നിങ്ങൾ അപരിച്ഛേദരായിട്ട് കഴിയുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുക, വീണ്ടും വായിക്കുന്നു, ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമമനുസരിക്കുന്നവർ
നിയമവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കുക. എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, മറിച്ച് യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിൽ ഉള്ളതല്ല. ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. നമുക്കിതിൽ കൂടുതൽ ഒരു തെളിവ് ആവശ്യമില്ല. പുതിയ നിയമത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവിടുത്തെ അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പരിച്ഛേദനം ഒന്നുമല്ല. പരിച്ഛേദനം ഹൃദയത്തിലാണ് നടക്കേണ്ടത്, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിശ്വാസത്തിൽ. അവിടെയാണ് ആ പരിച്ഛേദനം നടന്ന് യഥാർത്ഥ വിശ്വാസിയായി രൂപാന്തരപ്പെടേണ്ടത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രിസ്ത്യാനികൾ ഇതിന് വശംവരാകേണ്ട ആവശ്യമില്ല. ആരെന്ത് പറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്, നമ്മുടെ പ്രബോധനങ്ങളുണ്ട്, കർത്താവിൻ്റെ പ്രബോധനങ്ങളുണ്ട്. അതുമാത്രമാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. ഇത് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് വേണ്ടത് മോശയിൽ നിന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കർത്താവ്. നേരെ മറിച്ച് അത് പിതാക്കന്മാരിൽ നിന്നാണ്, അവരുടെ ഒരു സാംസ്കാരികമായ കാര്യമാണ്. ഇന്ന് നമുക്കതിനെക്കൊണ്ട് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഇങ്ങനെ നമ്മളെ വഴിതെറ്റിക്കുന്ന ധാരാളം പേരുണ്ടാകും. നമുക്ക് വിശുദ്ധ വചനങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണത് വിരൽ ചൂണ്ടുന്നത്. നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ വഴിതെറ്റിക്കും. അവരുടെ കൂടെ നമ്മൾ പോകാനായിട്ട് ഇടവരികയും ചെയ്യും. അത് നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് എന്ത് വേണം? നിരന്തരമായിട്ട് നമ്മൾ വായിക്കണം. ഇന്നിപ്പോൾ നമുക്കറിയാം, ചെറുപ്പക്കാർക്കൊക്കെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനങ്ങളുണ്ട്. അതൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഈ സെർച്ചിലിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെഫറൻസസ് കിട്ടും, അതിൻ്റെ ഉദ്ധരണികൾ കിട്ടും. നിങ്ങൾ വായിച്ചു നോക്കുക. ഇതുപോലെ ഏതൊരു വിഷയത്തെക്കുറിച്ചും കിട്ടും. നമുക്കിന്ന് ആധുനികമായിട്ടുള്ള ഈ മാധ്യമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് കേവലം വാട്സാപ്പിലൂടെ ചുമ്മാ തമാശ അയക്കാനല്ല, നമുക്കിതിന് ഉപകരിക്കും. പ്രത്യേകിച്ച് എനിക്ക് ചെറുപ്പക്കാരോട്, യുവാക്കളോട്, യുവതികളോട്, കുട്ടികളോടൊക്കെ പറയാനുള്ള ഇതാണ്, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കൂടി ഈ മാധ്യമങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പരിച്ഛേദിതരോ അപരിച്ഛേദിതരോ ആകുന്നതിലല്ലല്ലോ, പുതിയ സൃഷ്ടിയാകുന്നതിലാണല്ലോ നീ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ബാഹ്യമായ പരിച്ഛേദനമല്ല, ആന്തരികമായ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ദുഷ്ടത, തിന്മകൾ, പാപങ്ങളെല്ലാം നീക്കിക്കളയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പരിച്ഛേദിതമാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അപ്രകാരം ഈ ഹൃദയത്തിൽ പരിച്ഛേദിതരായിട്ട് നിന്നിൽ വിശ്വസിക്കുന്നവരാക്കി തീർക്കുവാനുള്ള കൃപ നൽകണമേ. ഈ രീതികളിലെല്ലാം ഞങ്ങളെ വഴിതെറ്റിക്കുന്നവരുടെ മനസ്സുകളിലേക്ക് അങ്ങ് യഥാർത്ഥത്തിലുള്ള വെളിച്ചം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.